എത്രത്തോളം പ്രതീക്ഷയുണ്ട് മേരി മാഡം ഇന്നത്തെ ആഗോള നിക്ഷേപ സംഗമത്തിൽ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു? ഞാൻ താങ്കൾക്ക് വിശദീകരിക്കാൻ സമയം തരാം. ശ്രീമതി മേരി ജോർജ് ഒന്ന് പറഞ്ഞ ശേഷം മാഡം, താങ്കൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇന്നത്തെ സർക്കാരിന്റെ ക്ലെയിമുകൾ? അതായത് ഗോപി, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇതിനു മുൻപ് നടന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകൾ പോലെ തന്നെ ഇതും അവസാനിച്ചേക്കാനാണ് സാധ്യത. കാരണം എനിക്ക് എൻ്റേതായ ന്യായങ്ങളുണ്ട് അതിന് നിരത്താൻ. ഒന്നാമത്, 2016-17 ബജറ്റ് മുതൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതാണ് കൊച്ചി ബാംഗ്ലൂർ ഇടനാഴി, കോയമ്പത്തൂർ വഴിയുള്ള കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. ആ ഇടനാഴി ഈ വർഷത്തെ ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ അതിനുവേണ്ടി ഫണ്ടിങ് നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഫണ്ടിങ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തെ പ്ലാൻ പദ്ധതിയുടെ 60% വെട്ടിച്ചുരുക്കി. ആ സാഹചര്യത്തിൽ ഒന്നും അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം നമുക്ക് ധരിക്കാനായിട്ട്. കാരണം വ്യവസായ ഇടനാഴിയേക്കാൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കിടയ്ക്ക് വ്യവസായ ഇടനാഴിയിലേക്ക് പോകില്ലല്ലോ ആ ഫണ്ട്. അതുകൊണ്ട് അപ്പോൾ ആ വ്യവസായ ഇടനാഴി പൂർത്തീകരിച്ചിരുന്നെങ്കിൽ തന്നെ ഒരു വ്യവസായ അനുകൂല സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു എന്ന് ഏത് അന്ധനും വിശ്വസിക്കാൻ പറ്റുമായിരുന്നു. കാരണം താങ്കൾക്കറിയാം, ഒരു വ്യവസായ ഇടനാഴി വരികയാണ് എങ്കിൽ അതായത് ലോജിസ്റ്റിക് കോസ്റ്റുകളുടെ മാറ്റം തന്നെ വളരെ എൻകറേജിങ് ആണ് വ്യവസായികൾക്കും വ്യാപാരികൾക്കും. അപ്പോൾ അത് മാത്രവുമല്ല, ഒരു എന്താ പറയുക, വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും തക്ക രീതിയിലുള്ള ഒരു ക്രോപ്പിംഗ് പാറ്റേൺ കേരളത്തിലുണ്ട്, ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ. ആ ക്രോപ്പിംഗ് പാറ്റേണിൽ നിന്ന് പ്രയോജനം എടുക്കണമെന്ന് സംസ്ഥാനമോ വ്യവസായികളോ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യാവസായിക വികസനം വളരെ ഈസിയാണ്. പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലേക്ക് ഞാൻ ഒന്ന് വരികയാണ്. കാരണം അതായത് 2022-23 കേരള എൻ്റർപ്രൈസസ് ഇയർ എന്ന് മിസ്റ്റർ രാജീവ് പ്രഖ്യാപിച്ചിരുന്നു. പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ വർഷം അദ്ദേഹം പറഞ്ഞിരുന്നു തിരുവോണത്തിന് മുൻപ് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾ ബയോ പാർക്കുകൾ വഴി ലഭ്യമാക്കുമെന്ന്. പക്ഷേ ആ ബയോ പാർക്കുകൾ ഇപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ ബയോ പാർക്കുകൾ മിസ്റ്റർ രാജീവ് അല്ല ആദ്യം കൊണ്ടുവന്നത്. ഡോക്ടർ ഐസക് തന്നെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ബജറ്റിൽ ബയോ പാർക്കുകളെ പറ്റി പറയുന്നുണ്ട് കൊണ്ടുവരുമെന്ന്. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നില്ല, മിസ്റ്റർ രാജീവും കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഇയർ ഓഫ് 2022-23 കേരള ഇയർ ഓഫ് എൻ്റർപ്രൈസ് ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം IIM ഇൻഡോർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ ഒരു വസ്തുതാ പഠനം നടത്തി. കേരളത്തിലെ 2007 വ്യാവസായിക യൂണിറ്റുകളെ നേരിട്ട് കണ്ട് അവരിൽ നിന്ന് ഒരു പഠനം നടത്തുകയായിരുന്നു. ആ പഠനം നടത്തിയപ്പോൾ 93% പേരും റെസ്പോണ്ട് ചെയ്തത് തൃപ്തികരമായ വ്യാവസായിക അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്നാണ്. അത് ഏത് മേഖലകളിലാണ്? അതായത് ഏകജാലക സമ്പ്രദായത്തിലൂടെ വ്യവസായം തുടങ്ങാനുള്ള സാഹചര്യം, അങ്ങനെ കുറച്ച് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു ഒഫീഷ്യലായിട്ട് അതായത് വ്യവസായ ഓഫീസുകളിൽ നിന്ന് നടത്തേണ്ട, ഗവൺമെൻറ്റിൽ നിന്ന് നടത്തേണ്ട നടപടിക്രമങ്ങൾ വളരെ എളുപ്പം നടന്നു കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ മാറ്റത്തിൽ മന്ത്രി രാജീവ് അവകാശപ്പെടുന്നത് പോലെ ഏകജാലക സമ്പ്രദായം കൊണ്ടുവന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സഹായകരമാണ്. അങ്ങനെ IIM ഇൻഡോറിൻ്റെ ആ പഠന റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ മന്ത്രി രാജീവ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാമത് എന്നൊക്കെയുള്ള ക്ലെയിം കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ പഠനം 2007 യൂണിറ്റുകളെ കണ്ടു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഏത് തരം യൂണിറ്റുകളെയാണ് കണ്ടത്? അത് കൂടുതലും ഇവിടുത്തെ മൈക്രോ എൻ്റർപ്രൈസസിനെ ആകാനാണ് സാധ്യത. കാരണം മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നതിൻ്റെ ശുഭകാലമായിരുന്നു UDF ഗവൺമെൻറ് 2012 മുതൽ 16 വരെയുള്ള ഭരണകാലം. കാരണം അത് ഞാൻ തറപ്പിച്ച് പറയുന്നു, ആ കാലഘട്ടത്തിലാണ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ നമ്മുടെ അന്ന് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി, വ്യവസായ സെക്രട്ടറി ആയിരുന്ന അരുണ സുന്ദരരാജൻ, അതുപോലെ തന്നെ TK ജോസ് IAS,
SM വിജയാനന്ദ് IAS ഇവരൊക്കെ അതിൻ്റെ പുറകിൽ കഠിനാധ്വാനം ചെയ്തവരാണ്. അങ്ങനെ മൈക്രോ എൻ്റർപ്രൈസസ് വളരെ നന്നായിട്ട് വളർന്നു. അതിൻ്റെ ഒരു തെളിവാണ് 2014 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയപ്പോൾ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന. അത് ഗോപികൃഷ്ണൻ ഓർമ്മയുണ്ടാവും. എനിക്ക് തോന്നുന്നു അന്ന് ഗോപികൃഷ്ണൻ മീഡിയ വണ്ണിലുള്ള സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്താണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത്? കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അഥവാ സ്റ്റാർട്ടപ്പുകൾ പോലെയുള്ളവ ഇന്ത്യയിൽ മുഴുവനും വ്യാപിപ്പിക്കണം. അത്ര അറിയപ്പെട്ടിരുന്നു കേരളത്തിലെ കുടുംബശ്രീ സ്റ്റാർട്ടപ്പുകൾ എന്ന്. ഞാൻ തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 152 തരം മൈക്രോ എൻ്റർപ്രൈസസ് കുടുംബശ്രീ സ്റ്റാർട്ടപ്പുകൾ നേരിട്ട് കണ്ട് പഠനം നടത്തിയതാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ആ കുടുംബശ്രീ സ്റ്റാർട്ടപ്പ്. അങ്ങനെയാണ് കേരളത്തിലെ കുടുംബശ്രീ ലോക പ്രശസ്തമായത്. പല രാജ്യങ്ങളിലും ഇപ്പോൾ കുടുംബശ്രീ ടൈപ്പ് മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്. കേരളം വികസിക്കാൻ നമ്മുടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അത്തരം മൈക്രോ എൻ്റർപ്രൈസസിലേക്ക് പോകട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ സ്ത്രീകളുടെ മൈക്രോ എൻ്റർപ്രൈസസിൽ നോക്കുകൂലിക്ക് ഒരു സ്ഥാനവുമില്ല. 10 സ്ത്രീകളുടെ അതായത് സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് 10 കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്നാണ് ഒരു കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്. 10 അതിലധികമോ ആകാം. കാരണം 7000 കുടുംബശ്രീ യൂണിറ്റ്സ് ചേർന്ന മൈക്രോ എൻ്റർപ്രൈസ് ഉണ്ട് പേരാമ്പ്ര സുഭിക്ഷ. അപ്പോൾ 10ലധികമോ 10 ആകാം. അങ്ങനെ അവർ ചേരുന്ന അവർ മാത്രമാണ് അതിലെ ജോലിക്കാർ. അപ്പോൾ ആർക്കും നോക്കുകൂലി ചോദിച്ച് അങ്ങോട്ട് ചെല്ലാൻ ഒക്കില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി അവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതായിരിക്കാം ഈ 3,44,458 കുടുംബശ്രീ വ്യവസായ യൂണിറ്റുകൾ എന്നൊരു മന്ത്രി രാജീവ് പറയുന്നതിൻ്റെ ബാക്കിലുള്ള പരമപ്രധാനമായ സത്യം. അതിലൊന്നോടെ ഉണ്ട്. അതിൽ കൂടി ഈ 3,44,000 മൈക്രോ എൻ്റർപ്രൈസസ് കുടുംബശ്രീയുടെ ഇവിടെ ഇല്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യം രജിസ്ട്രേഷൻ കൊണ്ടുവന്നു. അതായത് പലതരം PM ഉദാഹരണത്തിന് ഈ പ്രാവശ്യം കൊണ്ടുവന്നതിലും മത്സ്യമേഖലയിലുള്ളവർക്ക് ഉണ്ട്, വിശ്വകർമ്മ മേഖലയിലുള്ളവർക്ക് വായ്പ കിട്ടാനുള്ള പ്രത്യേക സ്കീമുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ളവർക്ക് വായ്പ കിട്ടാനുള്ള സ്കീംസ് ഉണ്ട്. പക്ഷേ വായ്പ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉദ്യം രജിസ്ട്രേഷൻ വഴിയായിട്ട് അവർ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ ഈ ഉദ്യം രജിസ്ട്രേഷനിൽ, അതായത് എനിക്ക് തോന്നുന്നു 1947 മുതൽ തുടങ്ങി മുടങ്ങിപ്പോയ ചത്ത് കിടന്ന വ്യവസായ യൂണിറ്റുകൾ വരെ ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തു. എന്തിനാണ്? അവർക്ക് ഈ ലോൺ അക്കോമഡേഷൻ കിട്ടാൻ വേണ്ടി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം പുതിയ മൈക്രോ എൻ്റർപ്രൈസസ് ആണ് മേരി മാഡം, ഈ മൈക്രോ എൻ്റർപ്രൈസസിന്റെ വളർച്ചയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മളൊരു ഒരു മാനദണ്ഡമാക്കി എടുക്കുന്നതെങ്കിൽ പോലും സർക്കാരിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താതെ ഇതും പ്രായോഗിക തലത്തിൽ വിജയിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ ക്ലെയിം ആണെന്നിരിക്കട്ടെ P. രാജീവിന് അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ, അത് വസ്തുതയിൽ ഊന്നിയിട്ടുള്ളതാണല്ലോ. തീർച്ചയായിട്ടും വസ്തുതയിൽ ഊന്നിയിട്ടുള്ളതാണ്. കുടുംബശ്രീക്ക് ഓർമ്മിക്കുക, ഈ ബജറ്റിൽ തന്നെ 275 കോടി 270-75 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് കുടുംബശ്രീകൾക്ക്. അത് കുടുംബശ്രീകൾക്ക് മൈക്രോ എൻ്റർപ്രൈസ് ഉണ്ടാക്കാനല്ല, പക്ഷേ മൈക്രോ എൻ്റർപ്രൈസസ് തുടങ്ങുന്നത് അവരുടെ സ്വന്തം സേവിങ്സ് മാത്രമല്ല, ബാങ്ക് ലോൺസും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്, അതായത് UDF ഗവൺമെൻറ് കാലം അതിൻ്റെ സുവർണ ദശയായിരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ്റും അത് തീർച്ചയായിട്ടും മൈക്രോ എൻ്റർപ്രൈസസിനെയും കുടുംബശ്രീയെയും നല്ലവണ്ണം താലോലിക്കുന്നുണ്ട്. അതിന് സംശയമില്ല.